ഒരു സഹോദരൻ, അദ്ദേഹം പറയുന്നത് വളരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾ വളരെ എന്താ വെച്ചാൽ ഹൃദയത്തിൽ തട്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ എഴുതി പിന്നീട് ഫോൺ ചെയ്ത് ഈ വിഷയങ്ങൾ സംസാരിക്കണം, വളരെ പ്രയാസത്തിലാണെന്നാണ് പറഞ്ഞിട്ടാണ് ആമുഖമായി തുടങ്ങിയത്. എന്താ വെച്ചാൽ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം ഒരു ടൗണ് കേന്ദ്രീകരിച്ചാണ് അയാളുടെ വീട്. അപ്പോൾ എപ്പോഴും അങ്ങാടിയും കച്ചവടക്കാരൊക്കെ ആയിട്ട് നല്ല ബന്ധം ഉണ്ടാവും. എങ്ങനെ ആണെങ്കിലും ചെറുപ്പം മുതലേ ചില കടകളിലും അവരായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ആ കടയിൽ സൗഹൃദമുണ്ട്. അപ്പോൾ അയാൾ ഒന്ന് മാറിയാലോ വലിപ്പന്ന് പണം എടുക്കാം. കാരണം അയാൾക്ക് പണം കിട്ടാവുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് പല നിലക്കും. ഇപ്പോൾ മുതിർന്നപ്പോഴും ഇനിയിപ്പോൾ ഒരു സാധാ പണിക്ക് പോയാലും എങ്ങനെയെങ്കിലുമൊക്കെ അവിടുന്ന് ഒരു പണം എക്സ്ട്രാ തട്ടിയെടുക്കാനുള്ള ഒരു അവസരം അയാൾക്ക് വരണം. അപ്പോൾ വലുതായി വലിയ 48 വയസ്സോളമായി എന്ന് പറയണേ. അപ്പോൾ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ്, ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല. പല നിലക്കും പല കച്ചവടങ്ങളും ബിസിനസ്സും പലതും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിർത്തിയിട്ട് ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ, കാരണം മൂപ്പര് പറയും എൻ്റെ കുറ്റബോധം കൊണ്ട് ഇതൊക്കെ അവസാനിപ്പിക്കണം, അതിന് അവസരം. അപ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു സ്ഥാപനത്തിൽ പോയി നിന്നു ഞാൻ. പക്ഷെ അവിടെ എന്താണ്, അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങാൻ വരും. അപ്പോൾ അവിടെ നിന്ന് പറ്റിക്കപ്പെടും. ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് കൂളായിട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ ചിലപ്പോൾ കുടുംബമായിട്ടൊക്കെ യാത്ര ചെയ്തിട്ട് ഒരു 2000-നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ആ ബില്ലടക്കാതെ പോവും. അങ്ങനെയൊക്കെയുള്ള, അതായത് അയാൾക്ക് അപ്പോൾ ആ സമയത്ത് തോന്നുക കൊടുക്കണ്ട, പിടിക്കപ്പെടുന്നില്ല, അങ്ങനെ കുറേ. പക്ഷേ ഇയാൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്, ഇതൊന്നൊന്ന് പിന്മാറണം. എങ്ങനെയാണെങ്കിലും ഈ സാഹചര്യം അയാൾക്ക് ഇങ്ങനെ വരിക. അപ്പോൾ റമദാനിൽ ഇതൊക്കെ മാറ്റി വന്നാൽ ആരെങ്കിലും സ്വതക്ക ആർക്കെങ്കിലും കൊടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് മെല്ലെ അടിച്ചു മാറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട്. അത് എന്ത് ചെയ്യും ഇതൊന്നൊന്ന് പിന്മാറാമെന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്തായാലും വളരെ അപൂർവമായിട്ടുള്ളൊരു കേസാണ് ഇപ്പോൾ ഇത്. ഇതിന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ തെറ്റുകളെ രണ്ടായി തിരിക്കും. ഒന്ന് ധിക്കാരപരമായ തെറ്റ്, ഒന്ന് വൈകാരികമായ തെറ്റ്. ഇപ്പോൾ നമ്മൾ ഇനി പുറത്തിറങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്യില്ല, ഒരു സ്ത്രീയെ നോക്കൂല, അല്ലെങ്കിൽ ഒരു പുരുഷൻ പറയും ഞാനൊരു ആണിനെ നോക്കൂല എന്ന് തീരുമാനിച്ച ഒരാൾ പുറത്തിറങ്ങിയെന്ന് വിചാരിക്കും. അപ്പോൾ വളരെ മോശപ്പെട്ടൊരു വേഷവിധാനത്തോടു കൂടി ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടാൽ ഒരുപക്ഷെ പ്രാഥമികമായൊരു നോട്ടം അയാൾ നോക്കിപ്പോയിരിക്കാം. അപ്പോൾ അയാൾക്കൊരു മനസ്സിലൊരു അസ്വസ്ഥത, പടച്ചോനെ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടും എൻ്റെ ഇത് പറ്റിപ്പോയല്ലോ എന്ന്. അത് ഒരു സ്വാഭാവികമായി സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഈ മൊബൈൽ ഫോൺ ഇവിടെ വെച്ചു, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ കണ്ണ് മറയുന്ന ഒരു സന്ദർഭം നോക്കിയിട്ട് ഞാനത് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ധിക്കാരപരമായ തെറ്റാണ്. അത് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ടെന്ന് വെക്കാൻ കഴിയും. ഞാനൊരു വൈകാരികമായി ചെയ്തു പോകുന്നൊരു തെറ്റല്ല അത്. അപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യുക, ഒരു മോഷ്ടിക്കുന്ന ഒരാൾക്ക് മോഷണം നിർത്തുക എന്നുള്ളത് ലഹരി നിർത്തുന്ന പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പോൺ അഡിക്ഷൻസ് നിർത്തുന്ന പോലെയോ ഉള്ള ഒരു പ്രക്രിയ അല്ല. അയാൾ വേണ്ടാന്ന് വെച്ചാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിർത്താൻ സാധിക്കും. പക്ഷേ ഇദ്ദേഹം പറയണത് എന്താണ്, എനിക്കത് നിർത്താൻ കഴിയുന്നില്ല എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ പറയാം, ഇയാൾ ഇതൊക്കെ ചെയ്തിട്ടും അയാൾ പിടിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളത് സമർത്ഥമായിട്ടാണ് ചെയ്യണത്. അതല്ലാതെ സ്വാഭാവികമായി ചെയ്തു പോകുന്നൊരു കാര്യമാകുമ്പോൾ എന്തു ചെയ്യും, അത് പിടിക്കപ്പെടും. അപ്പോൾ അത് പിടിക്കപ്പെടാത്ത രൂപത്തിൽ എന്താണ് സന്ദർഭങ്ങളും അവസരങ്ങളും ഉണ്ടാക്കി അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു ബോധപൂർവമായ അവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇത് എന്തായിരുന്നാലും ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നിർത്താൻ കഴിയുന്നില്ല, അയാൾ സത്യസന്ധമായിട്ടാണല്ലോ പറയണത്, അതിന് കാരണമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പ കാലഘട്ടങ്ങളിൽ എന്താണ് നമുക്ക് പണത്തിന് ആവശ്യമായി വരും. ഒരു പക്ഷേ നമ്മൾക്ക് എന്തെങ്കിലും മിഠായി വാങ്ങാനാവാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ദുശ്ശീലങ്ങൾക്കാകാം. അപ്പോൾ അവിടെ പണം കിട്ടിയേ പറ്റൂ. അപ്പോൾ ഒരു ദിവസം എവിടുന്നെങ്കിലും പൈസ എന്ത് ചെയ്യാണ് അടിച്ചെടുക്കാതില്ല, കാരണം അധ്വാനിച്ച പണമല്ലല്ലോ, പാരൻസിൽ നിന്ന് കിട്ടൂല. അപ്പോൾ പിന്നെ എല്ലാ കുട്ടികളും കണ്ടെത്തുന്ന മാർഗമാണെന്ന് ചെറുപ്പത്തിൽ തന്നെ ചില കുട്ടികൾ എന്ത് ചെയ്യും, സ്വന്തമായി വരുമാനമില്ലാതിരിക്കുകയും പാരൻസിൻ്റെ നിന്ന് ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, ഇത്തരം മോഷണ തെറ്റായ വഴികൾ സ്വീകരിക്കും. അപ്പോൾ അത് വളരെ ചെറുപ്പത്തിൽ ശീലിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ അത് പൈസ കാണുമ്പോഴൊക്കെ എന്ത് ചെയ്യും, അതെടുക്കണം എന്നൊരു മാനസികാവസ്ഥ ഒരു ചെറുപ്പത്തിലുള്ളൊരു ശീലമായി വരികയാണ്. അത് ശീലമായി വരുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ സംഗതിയല്ല. അത് എപ്പോൾ കണ്ടാലും അതങ്ങനെ ചെയ്ത് എന്ത് ചെയ്യാണ്, അവസരം കിട്ടുമ്പോഴെല്ലാം ചെയ്യുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് മാറാനുള്ള പരിഹാര മാർഗം എന്താണെന്ന് വിചാരിച്ചാൽ ഈ ചെയ്തു വരുന്ന ശീലം അയാൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റമദാനാണല്ലോ, ഈ ഒരു മാസം ഞാൻ ചെയ്യൂല തീരുമാനിക്കുക. എന്നിട്ട് ആ ഒരു മാസം അത് ചെയ്യാതെ കുറേ അവസരങ്ങൾ കിട്ടിയിട്ടും ചെയ്യാതെ വന്ന് പിന്നീട് എന്ത് ചെയ്യും,
അതൊരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനും അതിന് പൂർണ്ണമായി മുക്തമാവാനും പറ്റും. അതിൽ സംശയമില്ല. കാരണം നിർത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ള തെറ്റ് പോലും ഒന്നല്ല ഇത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. അയാൾ എറണാകുളത്ത് പോകുമ്പോൾ ഒരു ഹോട്ടലിൽ കയറി 2000 രൂപയ്ക്ക് ഭക്ഷണം കഴിച്ച് കൊടുക്കാതെ ഇറങ്ങിപ്പോന്നു. ഇനിയിപ്പോൾ അയാൾ അടുത്തൊരു പ്രാവശ്യം ആ ഹോട്ടലിൽ പോകുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പൈസ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. ആ ഹോട്ടൽ അവിടെ ഉണ്ടായിക്കോളുന്നില്ല, ആ ഹോട്ടൽ നടത്തുന്നത് പഴയ ആളുകളായിക്കോളുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പരലോകത്ത് ചെല്ലുന്നത് വരെയും എന്തില്ല, ഈ പണമൊന്നും തിരിച്ചടക്കാൻ അയാൾക്ക് വകുപ്പില്ല. നമുക്കറിയാലോ, ഒരു 2 ദീനാറോ 3 ദീനാറോ കൊടുക്കാൻ ബാധ്യതയുള്ള ആളുടെ മയ്യത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാതില്ല. ഒരു രക്തസാക്ഷി എല്ലാം പൊറുക്കപ്പെടുന്ന വ്യക്തിയാണ്. പക്ഷേ ഇല്ലത്തേൻ നമ്മൾ വേറൊരാൾക്ക് കൊടുക്കാനുള്ള പൈസ പറഞ്ഞാൽ അതൊരിക്കലും എന്ത് ചെയ്യൂല, ഇസ്തിഗ്ഫാർ കൊണ്ടോ ഹജ്ജ് കൊണ്ടോ നോമ്പ് കൊണ്ടോ ഒന്നും പുറത്തു പോകാത്ത കാര്യമാണ്. അപ്പോൾ ഇനി നമ്മളെ ഈ മറുപടിക്ക് ശേഷം അടുത്തൊരു ദിവസം ഒരു 1000 റുപ്യ ഒരാൾക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ പരലോകത്തെ പ്രതീക്ഷകൾക്ക് അർത്ഥമില്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ചെയ്തു, ഇനിയിപ്പോൾ ഏകദേശം ഇത് കൊടുക്കാവുന്ന ആളുകൾക്കൊക്കെ തിരിച്ചു കൊടുക്കാം. അങ്ങനെ തിരിച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായൊരു ബോധം വരും. ഇനി അടുത്തൊരു എടുക്കുമ്പോൾ ഇത് ഞാൻ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇപ്പം അദ്ദേഹം എന്ത് ചെയ്യാണ്, മനസ്സിലാകാവുന്ന സ്ഥലത്ത് ഈ തിരിച്ചു കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വിചാരിച്ചാൽ ഇത് കട്ടെടുത്തതാണല്ലോ. അപ്പോൾ ഞാനിവിടുന്ന് കട്ടെടുത്തി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ ഒരു ചെറിയ അപ്പോൾ അത് അവർക്ക് ഇനി മനസ്സിലാവാത്ത രൂപത്തിൽ അതെന്താണ്, നിങ്ങൾക്കൊരു ബാധ്യതയായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുക, കൊടുത്തുക. അങ്ങനെ കുറച്ച് കൊടുക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, അല്ല അത് പരിപൂർണ്ണമാവില്ലല്ലോ, ആർക്കൊക്കെ കൊടുക്കണം. അതിനെ ഞാൻ പറഞ്ഞ വെച്ചാൽ അങ്ങനെ ഒരു ഓർമ്മയുള്ള സാധനങ്ങൾ കൊടുത്തു തുടങ്ങുക. ഇനി കൊടുക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് സ്വതക്കയായി നമ്മളിൽ നിന്ന് എടുത്ത് കളയാം. കാരണം ഒരിക്കലും അത് നമ്മുടെ കൈവശം വെക്കാൻ പറ്റില്ല. എന്നിട്ട് ആത്മാർത്ഥമായി അള്ളാഹുവോട് എന്ത് ചെയ്യുക, പശ്ചാത്തപിക്കുക. കാരണം ഇത് വളരെ ഗുരുതരമായ തെറ്റാണ്. ഒരു പരലോക വിശ്വാസമുള്ള ഒരാളെ ഒരിക്കലും സംഭവിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ പ്രായത്തിലും ഈ അറിവും കുറ്റബോധമുള്ള ആളുകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇന്ന് മുതൽ അത് അവസാനിപ്പിക്കുക. കുറച്ച് ചെറിയ ഫണ്ടുകളൊക്കെ പഴയത് കൊടുത്തു തീർക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ഇനി ഇതിങ്ങനെ കൊടുക്കണമല്ലോ എന്നുള്ളൊരു വിചാരത്തിന് അദ്ദേഹത്തിന് അത് നിർത്താൻ സാധിക്കും. അദ്ദേഹത്തിന് അങ്ങനെ അത് നിർത്താനും ഒരു നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതിലൊരു കാര്യം കൂടി മൂപ്പര് സൂചിപ്പിച്ചെന്താ വെച്ചാൽ, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പല പിന്നെ മനഃശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞൊരു മറുപടി അയാൾ പറഞ്ഞത് ഇതെനിക്കൊരു ആശ്വാസമായി തോന്നി. ഇത് ജീനിൻ്റെ പ്രശ്നം ഉണ്ടാവും ചില മാതാപിതാക്കൾ അങ്ങനെ. അപ്പോൾ അയാൾ ഉമ്മാനെ പരിശോധിച്ചു. അപ്പോൾ ഉമ്മാക്ക് ഇങ്ങനത്തെ കുറേ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയത്. അതും കൂടി അദ്ദേഹം അതിൽ ഒരു ചോദ്യം, എന്താ അങ്ങനെ ഒരു എക്സംഷൻ പരലോകത്തുണ്ടോ എന്നുള്ളതാണ്. ഇതൊന്നും ഇപ്പോൾ മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വെച്ചിട്ട് നമ്മൾക്കിത് അമ്മൽ മിസ്കാല തരത്തിന് ഷെറ ചെയ്യാറാന്നാണ്. അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ പരലോകത്ത് കാണുന്ന നമ്മളെ വിശ്വാസം. അപ്പോൾ ഒരാൾ ദേഷ്യപ്പെടുന്ന ഒരാൾക്ക് പറയാൻ പറ്റും, ഇത് ദേഷ്യം നില്ലെൻ്റെ വാപ്പാക്ക് കിട്ടിയാന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ അടിച്ചാൽ ആ അടിക്ക് നമുക്ക് തെറ്റില്ലാതിരിക്കും. അപ്പോൾ ഇതൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ അലോപ്പതി ചികിത്സയിലുള്ളൂ ചിലപ്പോൾ സംശയം പറയാറുള്ളൂ. ബാക്കി ഇപ്പോൾ ഈ ഹോമിയോ ആയുർവേദത്തിനൊക്കെ ആൾക്കാരെന്താ പറയുക, ജനറ്റിക്കായി വരുന്നത് ഇപ്പോൾ ഷുഗർ, പിന്നെ ഹാർട്ട് അറ്റാക്ക്, ഇങ്ങനത്തെ പല രോഗങ്ങളും ജനറ്റിക്കായിട്ട് വരില്ലേ, അതുപോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചികിത്സിച്ച് മാറ്റാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരാളുടെ ജീനിൽ നിന്ന് കിട്ടിയതാണെങ്കിലും അത് സ്വഭാവമാണെങ്കിൽ നമ്മുടെ ദീന് കൊണ്ട് സംസ്കരിക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു പൂർവികരായ ഒരാൾ ഇസ്ലാമികമായിട്ടല്ല ജീവിച്ചത്, അപ്പോൾ അവർക്ക് എന്തൊക്കെ അനിസ്ലാമികത ഉണ്ടാവും. അതൊക്കെ നമ്മളിന്ന് ചെയ്യുന്ന എല്ലാ അനിസ്ലാമികതക്കും കാരണം എൻ്റെ പൂർവികൻ ഒരു മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ ഒരാൾ കണ്ടെത്തിയാൽ എങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ ആ ന്യായങ്ങളൊന്നും നമ്മളെവിടെയും പരലോകത്ത് അങ്ങനെയുള്ള ചില മാതിരത്തുകൾ എക്സ്ക്യൂസുകൾ ഉള്ളതായിട്ട് നമ്മളെവിടെയും കണ്ടിട്ടും വായിച്ചിട്ടില്ല, അള്ളാഹു ആയാലും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇനി മരണം വരെ ഇതെൻ്റെ ജനറ്റിക് പ്രശ്നമാണ് പറഞ്ഞാൽ ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അത് അങ്ങനെയാണെന്ന് അയാൾക്ക് പറയാം. ഇതാണ് മറ്റൊരുത്തൻ്റെ പണം നഷ്ടപ്പെടുക എന്നുള്ളൊരു വിഷയം അതിലില്ലേ, അല്ലേ? അതിനെന്താണ് പരിഹാരം? വേറൊരാളുടെ പണം അവിഹിതമായി നഷ്ടപ്പെടുന്നില്ല അവിടെ. അയാൾ ചിലപ്പോൾ വാപ്പക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി വെച്ച പൈസ ആയിരിക്കും, അയാളുടെ ഉപജീവന മാർഗ്ഗമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ പണം പോകുന്നതിന് ഈ ന്യായം അയാളോട് പറയാൻ പറ്റുമോ? ഞാൻ സൈക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്, ഇങ്ങനൊരു സ്വഭാവം നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് എന്ന്. നിങ്ങളുടെ 1000 റുപ്യ പോയാൽ നിങ്ങളോട് ആ ന്യായം പറഞ്ഞാൽ സ്വീകരിക്കോ? നിങ്ങൾ സ്വീകരിക്കോ? പടച്ചോനത്ത് പറഞ്ഞാൽ സ്വീകരിക്കോ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ന്യായം തൽക്കാലം അയാൾ ചെയ്യുന്ന തെറ്റിന് ശൈത്താൻ കൊടുക്കുന്നൊരു ന്യായീകരണം എന്നതിൽ കവിഞ്ഞ് അതിന് യാതൊരു അർത്ഥവുമില്ല.
ഇത് മറ്റു തെറ്റുകളെ പോലെ ഒന്നല്ല, ഇത് ധിക്കാരപരമായ തെറ്റാണ്. നമ്മളിങ്ങനെ സമയം നോക്കി കണ്ടുപിടിക്കാത്ത രൂപത്തിൽ കട്ടെടുക്കുക എന്ന് പറയുമ്പോൾ അത് സംഭവിച്ചു പോണതല്ല, അത് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന കാര്യമാണ്. അത് നിർത്താൻ പറ്റും, തീർച്ചയായും നിർത്താൻ പറ്റാവുന്ന ഒരു ഒരു സംശയം. തീർച്ചയായിട്ടും അള്ളാഹു അയാൾക്ക് എളുപ്പമാക്കി